പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യും. മരണത്തെ ജയിച്ചവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളം ജയിച്ചവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഉയർത്തെഴുന്നേറ്റവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ജീവനിൻ അധിപതിയേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയ, ഹോസന്നാ. ഹല്ലേലൂയ, ഹോസന്നാ. ഹല്ലേലൂയ, ഹോസന്നാ. ഹല്ലേലൂയ, ഹോസന്നാ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം നടത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയരെ, 2025 ജാനുവരി മാസം 4-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നിങ്ങൾ അസാധ്യതകളുടെ നടുവിൽ നിൽക്കുന്നവരാണ്. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. അസാധ്യതകളുടെ നടുവിൽ നിൽക്കുന്നവരോടുള്ള സന്ദേശമാണ് ഈ പ്രഭാതത്തിൽ നമ്മോട് ദൈവം ഇടപെട്ടിരിക്കുന്നത്. ഈ വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ, ഇത് ആ പ്രവാചകനെ ദൈവം കൊണ്ടൊന്ന് അസ്ഥിത്താഴ്വരയിൽ നിർത്തിക്കൊണ്ട് പ്രവാചകനോട് ദൈവം ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ പ്രഭാതത്തിലും പല മേഖലകളിലും വലിയ ചോദ്യചിഹ്നങ്ങളോടെ ഇനി എങ്ങനെയെന്നുള്ള ചോദ്യത്തിൽ അസാധ്യതകളുടെ നടുവിൽ നിൽക്കുന്ന അനേകർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ അവരോട് ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾ പ്രാർത്ഥനയോടെ ഈ സന്ദേശം കേൾക്കുക. പ്രവാചകൻ ഇത് അസ്ഥിത്താഴ്വരയിൽ നിർത്തിയിട്ട് ദൈവം ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? കാണുന്ന മണ്ഡലത്തിൽ ആ അസ്ഥികൾ ഒരിക്കലും ജീവിക്കുവാൻ ചാൻസ് ഇല്ല. കാരണം അതിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ പോവുകയാണ്. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവ് എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. 2-ാമത്തെ വാക്യം. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. ഇത് പ്രവാചകനെ അസ്ഥിത്താഴ്വരയിൽ ദൈവം കൊണ്ട് നിർത്തുകയാണ്. ആ അസ്ഥിത്താഴ്വരയിൽ അസ്ഥികൾ ഏറ്റവും അധികമായിരുന്നു, അവ ഉണങ്ങിയതുമായിരുന്നു. കാണുന്ന കാഴ്ചയിൽ ഈ അസ്ഥികൾ ഏറ്റവും അധികവും അത് ഉണങ്ങിയതുമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഉണങ്ങിയ അസ്ഥികളെ കുറിച്ച് നമുക്കറിയാം. ആ അസ്ഥികൾ ഒരിക്കലും ജീവിക്കാൻ ഒരു ചാൻസും ഇല്ലാത്തതാണ്. എന്നാൽ ദൈവം പ്രവാചകനോട് ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഇന്ന് എന്നെ കേൾക്കുന്ന അനേകരും ഈ അനുഭവത്തിലാണ്. ഇനി ജോലി ലഭിക്കുമോ? ഇനി വാതിൽ തുറക്കുമോ? എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുമോ? എൻ്റെ ജീവിതത്തിനകത്ത് ഇനിയൊരു പുതുക്കം സംഭവിക്കുമോ? എൻ്റെ ബിസിനസ് ഇനിയും നടക്കുമോ? ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളിൽ വലിയ ചോദ്യങ്ങളോടെ എന്നെ കേൾക്കുന്നവരുണ്ട്. അവരോട് ഞാൻ ആത്മാവിൽ പറയുന്ന ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രവാചകനെ ദൈവം നടത്തിയ ആ 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. 1-ാമത്തെ ചിന്ത അവിടെ കാണുന്നത്, യഹോവയുടെ കൈ അവൻ്റെ മേൽ വന്നു. 2-ാമത്, അവൻ്റെ ആത്മാവ് അവനെ നടത്തിയെന്നാണ് എഴുതിയിരിക്കുന്നത്. ജീവിതത്തിനകത്ത് എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ഭക്തന്മാരും തിരിച്ചറിയേണ്ടതാണ്, യേശുവും ശിഷ്യന്മാരും കടന്നുപോയ പടകാണ് മുങ്ങുമാറായത്. അതിന് വിരോധമായിട്ടാണ് കാറ്റടിച്ചത്. അതിന് മുക്കുമാറാണ് തിരമാലകൾ തെള്ളിക്കയറിയത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രശ്നമുണ്ടാകാം, നിങ്ങൾക്ക് ഈ മുമ്പോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് തോന്നാം. എന്നാലും ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, യേശു ഉള്ള പടകൾ എതിരുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾക്ക് അതിനെ ജയിക്കുവാൻ കഴിയത്തില്ല. കാരണം യേശു ലോകത്തെ ജയിച്ചവനാണ്. നിങ്ങളുടെ സകല വിഷയങ്ങളുടെയും പരിഹാരമാണ് യേശു.
നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ താഴ്വര പോലുള്ള വിഷയങ്ങളിൽ ജീവിതത്തിനകത്ത് പല മേഖലകളിലും താഴ്വരകൾ ഉണ്ടാകാം. കണ്ണുനീരിൻ്റെ താഴ്വര, ഇരുട്ടിൻ്റെ താഴ്വര, മരണത്തിൻ്റെ താഴ്വര, കയ്പിൻ്റെ താഴ്വര, ഇങ്ങനെ അനേക താഴ്വരകളെ കുറിച്ച് ബൈബിൾ പഠിക്കുന്നവർക്ക് കാണാം. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇങ്ങനെ ഒരു താഴ്വരയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഈ താഴ്വരയുടെ നടുവിൽ എൻ്റെ കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഈ താഴ്വരയുടെ നടുവിൽ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇതാ പ്രവാചകന്റെ മേൽ ദൈവത്തിന്റെ കരം വന്നു, അവനെ ദൈവത്തിന്റെ ആത്മാവ് നടത്തിയെന്നാണ് കാണുന്നത്. ഈ രണ്ട് മേഖലകളും ഞാനും നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു വലിയ ആഴം മനസ്സിലാക്കണം. ദൈവം കൂടെയുള്ള ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവൻ ഒരിക്കലും പരാജിതനല്ല. അവന്റെ താഴ്വരയിൽ അവന് വേണ്ടി ദൈവം വലിയ വാതിലുകൾ തുറക്കും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും അടുത്ത മണിക്കൂറുകൾ വലിയ എഴുന്നേൽപ്പുകൾ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്തും വലിയ മറുപടികൾ സംഭവിക്കും. കാരണം 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 46-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ യഹോവയുടെ കൈ ഏലിയാവിന്റെ മേളിൽ വന്നതായി കാണുന്നു. അവൻ ആഹാബിന്റെ രഥത്തിന് മുമ്പാകെ ഇസ്രായേൽ വരെ ഓടിയതായി കാണുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ആഹാബിന്റെ രഥത്തിന്റെ മുമ്പിൽ 7 കുതിരകളുണ്ട്. ആ 7 കുതിരകൾക്ക് മുമ്പിൽ ഓടുവാൻ ഇതാ യഹോവയുടെ കൈയുടെ ബലം അവന്റെ മുന്നിൽ വരികയാണ്. ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ പരാജയപ്പെടുമെന്ന് തോന്നുന്നിടത്തെല്ലാം ദൈവത്തിന്റെ കൈ നിങ്ങളെ ജയിപ്പിക്കാൻ പോവുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ യേശു കർത്താവ് ആത്മാവിൽ നിറയുകയും അവനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. എന്നാൽ 2-ാമത്തെ വാക്യത്തിൽ പിശാചിനാൽ 40 ദിവസം പകലും രാവും അവൻ പരീക്ഷിക്കപ്പെടുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഈ പരീക്ഷയിൽ പിശാചിന് യേശുവിനെ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിങ്ങൾ ആത്മാവിൽ നടത്തപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു കഷ്ടതകൾക്കും ഒരു പ്രശ്നങ്ങൾക്കും നിങ്ങളെ ജയിക്കുവാൻ കഴിയത്തില്ല. 1, യഹോവയുടെ കൈ അവന്റെ മേൽ വന്നു. 2, അവന്റെ ആത്മാവ് അവനെ നടത്തി. ഇപ്പോൾ താഴ്വരയിലാണെങ്കിലും ആ താഴ്വരയെ അത്ഭുതമാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നമ്മൾ ചിന്തിക്കുന്നത് അസാധ്യതകളെ എങ്ങനെ ജയിക്കാമെന്നുള്ളതാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, അസാധ്യതകളുടെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ദൈവത്തിന്റെ അനുകൂലതയുള്ള ഒരു മനുഷ്യന് അവന്റെ കണ്ണുനീരിന്റെ അനുഭവത്തിൽ, അവന്റെ വിഷമത്തിന്റെ അനുഭവത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റണമെന്നില്ല. ഹല്ലേലൂയ. അവനെ സന്തോഷിക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ അവൻ അറിയേണ്ട ഒരു വലിയ സത്യമാണ് 4-ാമത്തെ വാക്യം. അവന്റെ ഉള്ളിൽ ദൈവവചനം വെളിപ്പെടുക, അവൻ ദൈവവചനത്തെ സംസാരിക്കുക എന്നുള്ളതാണ്. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾക്കുവിൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ നിങ്ങൾ ഈ വചനം കേൾക്കാൻ തയ്യാറാകണം, വചനം പറയാൻ തയ്യാറാകണം. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്നു മുതൽ, ഈ പ്രഭാതം മുതൽ തീരുമാനമെടുക്കണം. ഞാൻ യഹോവയുടെ വചനം കേൾക്കും, ഞാൻ യഹോവയുടെ വചനം പറയും. എൻ്റെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, എല്ലാ ദിവസവും അനവധി പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഞാൻ കാണാറുണ്ട്. പക്ഷെ അതിനെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിയിലാണ് ഞാൻ ജയിക്കുന്നത്. നിങ്ങൾ തീരുമാനമെടുക്കാമെങ്കിൽ ഈ പ്രഭാതം മുതൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിയിൽ ദൈവവചനം നിങ്ങൾ വിശ്വാസത്തിൽ പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മന മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധ്യതകൾ സാധ്യമാകാൻ പോവുകയാണ്. വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുത്താട്ടെ. നിങ്ങൾ ആ സാധ്യതകളെ ജയിക്കുവാൻ പോകുന്നു. നമുക്കൊരുമിച്ച് കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ ഇന്ന് ദൈവത്തിൻ്റെ അനുകൂലത കാണട്ടെ. ഇവർ ദൈവവചനത്താൽ ഈ താഴ്വരകളെ ജയിച്ചതുപോലെ അത്ഭുതമായി ഒരു വിടുതൽ ഇവർ കാണട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ അനുകൂലതകൾ നിങ്ങൾ കാണും. കർത്താവിൻ്റെ വലിയ കരം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.